ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സോളാർ വെച്ചിട്ട് എന്തായി കറണ്ട് ആശ് വന്നതൊക്കെ കുറച്ച് പേര് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വെക്കണോ വേണ്ടതെന്നൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞേ. ഇതാണ് നമ്മുടെ സോളാറിന്റെ റീഡിംഗ് എടുക്കാൻ വേണ്ടത്. KCBയുടെ റീഡിംഗ് അല്ലേ സോളാറിന്റെ കറണ്ട് കാശ് എത്രയാവുമെന്ന് നോക്കാൻ വേണ്ടി. ഞാനും കണ്ടിട്ടില്ല, ലൈവായിട്ട് തന്നെ ഒന്ന് നോക്കിക്കളയാം. ഇവിടെ 2 AC, മോട്ടർ, പിന്നെ വാഷിംഗ് മെഷീൻ, മിക്സി, പിന്നെ സ്ട്രിപ്പ് ലൈറ്റുകൾ, ബാക്കി ലൈറ്റുകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 2 മോട്ടർ ഉണ്ട്. ഇവിടെ മുകളിലേക്ക് അടിച്ചേറ്റാൻ മോട്ടർ ഉണ്ട്, കുഴൽ കിണറിലെ മോട്ടർ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ലൈവായിട്ട് എത്ര കറണ്ട് ആശ് വരുമെന്നും നോക്കിക്കളയാം. ഇമ്പോർട്ടഡ് യൂണിറ്റ് 421 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. KCB വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? നമ്മൾ 907 വാട്ട് KCBക്ക് യൂണിറ്റ് നമ്മൾ KCBക്ക് കൊടുത്തിട്ട് ഫസ്റ്റ് സോളാർ ബില്ലാണ് വരാൻ പോകുന്നത് ലൈവായിട്ട് തന്നെ. അപ്പൊ നമ്മുടെ ഈ മാസത്തെ കറണ്ട് ആശ് വന്നേക്കുന്നത് 0. ഒരു രൂപയിലും കറണ്ട് ആശില്ല നമുക്ക്. പിന്നെ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 200 ഉണ്ട്. അത് ഈ സാധനങ്ങളൊക്കെ ഭാഗമായിട്ട് 200 രൂപ KCB ഇതാക്കും. അത് മാത്രമാണ് നമുക്ക് വന്നേക്കുന്നത്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് 2 AC, പിന്നെ വാഷിംഗ് മെഷീൻ, മിക്സി, പിന്നെ നമ്മുടെ ഹോബ്, ചിമ്മിനി ഹോബ്, പിന്നെ ഫാൻ കാര്യങ്ങൾ, സ്ട്രിപ്പ് ലൈറ്റുകൾ, അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. 2 മോട്ടർ ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്തോരം കറണ്ട് ആശ് വരുമെന്ന് അറിയാൻ വേണ്ടി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്ന കറണ്ട് ആശ് എന്ന് പറയുന്നത് 0. ഒരു രൂപ കറണ്ട് ആശില്ല. 200 രൂപ ചാർജ്. ഇനി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും 200 രൂപ വരുള്ളൂ. നമുക്ക് കാണിച്ചു കൊടുക്കും. ഇതാണ് KWH ഇമ്പോർട്ട് റീഡിംഗ്. അപ്പോൾ അതിനകത്ത് റീഡിംഗ് ആണ്. ഇപ്പോൾ മുന്നിൽ കഴിഞ്ഞ മാസത്തെ റീഡിംഗ് 210, ഇതിൽ 5 അപ്പോൾ അതിൻ്റെ അത് ഇതിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 186 യൂണിറ്റ് നമുക്ക് KCB ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ പരിപാടി ഉണ്ടല്ലോ, പറഞ്ഞുതരാം. ഇത് എക്സ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്തതിന് മുന്നേ 430, ഇപ്പോൾ 907. അപ്പോൾ 477 യൂണിറ്റ് നമ്മൾ KCB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 186 രൂപ ഇങ്ങോട്ട് 186 രൂപ ഇങ്ങോട്ട് മേടിച്ചിട്ട് 477 അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ കൂടുതൽ തന്നേക്കുന്നത് നമുക്കാണ് കൂടുതൽ തന്നേക്കുന്നത് KCB. അപ്പോൾ അതിനകത്ത് ചാർജ് അവിടെ 0 ആയി. അപ്പോൾ ഇത് ബാങ്ക് യൂണിറ്റ്സിലോട്ട് ഇങ്ങോട്ട് കയറും. ഞാനൊരു ഡൗട്ട് ഉണ്ട്. അവിടെ നിലവിൽ ബാങ്ക് യൂണിറ്റ്സ് 195 KWH ഉണ്ട് മുമ്പത്തേൽ. പിന്നെ അതുള്ള ബാങ്ക് യൂണിറ്റ്സിനകത്ത് കയറും. അത് വർഷത്തിൽ ഒരു തവണ KCB റേറ്റ് ഫിക്സ് ചെയ്യും. അത് പൈസ കിട്ടും. എക്സ്ട്രാ പൈസ ഇങ്ങോട്ട് നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പേരിൽ തന്നെ വേറൊരു യൂണിറ്റ് ഉണ്ട്. അതുമായിട്ട് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ജിൻസിന്റെ പേരിൽ തന്നെ കണക്ഷൻ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വീൽ ചെയ്യാൻ പറ്റും. ബാങ്ക് യൂണിറ്റ്സ് അങ്ങോട്ടേക്ക് വീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സെയിം പേരിൽ തന്നെ വേറെ ഇപ്പൊ എന്റെ HR യൂണിറ്റ് എന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ HR യൂണിറ്റ് ഞാൻ ഇപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കറണ്ട് ബില്ലിന്റെ എമൗണ്ട് ഇതിനകത്ത് കയറുന്ന എക്സീഡ് ആയിട്ട് കയറുന്ന യൂണിറ്റുമായിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് അവിടുത്തെ കറണ്ട് കാശിൽ നിന്ന് കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 2 ഒരാളുടെ പേരിലാണ്. അപ്പൊ ഞാൻ കമ്പനി ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. തരണം, അത് ഞാൻ കൊണ്ടേ കൊടുക്കാം. അപ്പൊ ആ ഒരു പരിപാടി കൂടി നടത്താനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കമ്പനിയും കാര്യങ്ങളും ഓഫീസ് വർക്ക് അങ്ങനെ ചെറിയൊരു യൂണിറ്റും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന സോളാറിൽ നിന്ന് അഡീഷണൽ ആക്കി ഉണ്ടാക്കുന്ന യൂണിറ്റ് നമുക്ക് ആ കമ്പനിയിലെ എനർജിയിലേക്ക് മെർജ് ചെയ്തിട്ട് അവിടുത്തെ കറണ്ട് ആശിൽ അത് കുറവായിട്ട് കാണിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് തന്നെ അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് എത്ര കൊടുത്താണ് ഇത് വെച്ചതെന്നാണ്. ഇതിന് വെക്കാൻ 78,000 രൂപ സബ്സിഡിയാണ്. അങ്ങനെ നേരെ 2.5 ലക്ഷത്തിലേക്ക് വരും. ഈ 2.5 ലക്ഷം രൂപയെ നമുക്ക് EMI ആയിട്ട് വേണമെങ്കിൽ EMI സൗകര്യം ഉണ്ട്. 15% ഫസ്റ്റ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് EMI ആയിട്ട് ഇടാം. അപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് EMI അടക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. റൈസൺ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്, സോളാർ ടീമിൻ്റെ പേര് റൈസൺ. അപ്പോൾ RYSUN അങ്ങനെയാണ് റൈസൺ എന്നാണ് സോളാറിൻ്റെ പേര്.